ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയുടെ പരിപാടി ബഹിഷ്കരിക്കാൻ SNDP യോഗം പീരിമേഡ് യൂണിയന്റെ ആഹ്വാനം. വെള്ളാപ്പള്ളി നടേശനെതിരായ കോടതി വിധി സ്വാഗതം ചെയ്ത സ്വാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് നിർദ്ദേശം. SNDP പീരിമേഡ് യൂണിയൻ സെക്രട്ടറി KP ബിനുവാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, എന്താണ് ഇവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം? അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? നിഷാദ, വരുന്ന 12-ാം തീയതി മുതൽ കട്ടപ്പനയിൽ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ധ്യാന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നതും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നതും ശിവഗിരി മഠാധിപതിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമികളാണ്. എന്നാൽ ഈ സ്വാമികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശം ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നത് SNDP പീരിമേഡ് യൂണിയന്റെ സെക്രട്ടറി KP ബിനു ആണ്. KP ബിനു ഔദ്യോഗികമായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്, ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം, പൂർണ്ണമായും വിട്ടുനിൽക്കണം എന്ന ഒരു വാട്സ്ആപ്പ് കുറിപ്പ് എല്ലാ ഗ്രൂപ്പുകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ കാരണമായി തന്നെയും പറയുന്നത് ഈ ജനറൽ സെക്രട്ടറി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ, കോടതി ഉത്തരവ് വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാട് സ്വീകരിച്ച ആളാണ് ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പരിപാടി വിട്ടുനിൽക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയാണ്. നമുക്കറിയാം, ശ്രീനാരായണീയ സമൂഹത്തിന്റെ ആത്മീയമായ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ശിവഗിരി മഠം. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പാരമ്പര്യം പിൻപറ്റുന്ന ഇടമാണ്. പൊതുവിൽ ശ്രീനാരായണീയ സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വം ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിനായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ആ ആത്മീയ നേതൃത്വത്തെ തള്ളുന്ന ഒരു നിലപാട് SNDP യോഗം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആത്മീയ നേതൃത്വത്തിന് മുകളിലേക്ക് സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിക്ക് സ്ഥാനം നൽകുന്നു എന്നുള്ളത് നമുക്കിതിൽ കാണുവാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ സച്ചിദാനന്ദ സ്വാമിയെ തള്ളുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ആത്മീയ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള ഔദ്യോഗികമായ ഒരു നിർദ്ദേശം SNDP യോഗം നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഇതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. ഇവർ നൽകുന്ന വിശദീകരണം രസകരമാണ്. ഈ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭ ഒരു ആത്മീയ സംഘടനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സംഘടന SNDP വിരുദ്ധരുടെ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ അവർ തന്നെയും പറയുന്നുണ്ട്, ഈ സന്ദേശത്തിൽ തന്നെയും പറയുന്നുണ്ട്, നിരന്തരം ഇത്തരം നിർദ്ദേശം നൽകിയിട്ടും SNDP യോഗത്തിന്റെ അംഗങ്ങൾ പരിപാടിയെക്കുറിച്ച് വീണ്ടും പ്രചരിപ്പിക്കുന്നു, അതിന്റെ പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകുന്നു എന്ന് KP ബിനു അദ്ദേഹത്തിന്റെ പേര് ചുമതല അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു നീളൻ കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും സച്ചിദാനന്ദ സ്വാമികൾക്കെതിരെ ഒരു നിലപാടെടുക്കുന്നു ഒരു SNDP യോഗം ഔദ്യോഗികമായി എന്നുള്ളതാണ്. ആത്മീയ നേതൃത്വത്തിന് മുകളിലേക്ക് വെള്ളാപ്പള്ളി നടേശന് സ്ഥാനം നൽകുന്ന നിലയിലേക്ക് SNDP യോഗത്തിന്റെ ഔദ്യോഗിക നേതൃത്വം എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും 12-ാം തീയതി മുതലാണ് ഈ പരിപാടി നടക്കുക. സച്ചിദാനന്ദ സ്വാമികൾ നേരിട്ടെത്തി ധ്യാനത്തിന് നേതൃത്വം നൽകും. എങ്ങനെയായിരിക്കും അതിലെ ജനപങ്കാളിത്തം എന്നടക്കമുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ നമുക്ക് ജനപങ്കാളിത്തം എന്തായിരിക്കും നോക്കേണ്ട കാര്യമാണ്.